ജീവിതത്തിലും മറ്റും പങ്കെടുക്കാനായി ഫാവറോണയ്ക്ക് പലപ്പോഴും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. തന്മൂലം അമ്മയായിരുന്നു ക്ലാരയുടെ സംരക്ഷകയും വഴികാട്ടിയും. ദൈവം തനിക്ക് തന്ന വിശിഷ്ട സന്താനത്തെ തികഞ്ഞ ഈശ്വരഭക്തിയിൽ വളർത്താൻ ഓർത്തോലാന പ്രത്യേകം ശ്രദ്ധിച്ചു. വിശുദ്ധരുടെ ജീവിത കഥകൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ക്ലാര വളർന്നു. ആയിടയ്ക്ക് ഫ്രാൻസിസ് അസീസി നിവാസികൾ ശ്രദ്ധാകേന്ദ്രമായി മാറി. ഫ്രാൻസിസിന്റെ ജീവിത രീതിയും ആദർശധീരതയും ക്ലാരയെ ആകർഷിച്ചു. 2 വർഷം കടന്നുപോയി. ഫ്രാൻസിസ് അംഗീകരിക്കപ്പെട്ട സുവിശേഷ പ്രഘോഷകനായി. ക്ലാര അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. അവൾ കേൾക്കാൻ കൊതിച്ചതാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഫ്രാൻസിസിനെ പോലെ സർവ്വതും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കാൻ അവൾ ആഗ്രഹിച്ചു. പ്രസംഗം കഴിഞ്ഞ് പുറത്തു വന്ന ഫ്രാൻസിസുമായി ക്ലാര ഇതേപ്പറ്റി സംസാരിച്ചു. അപ്പോൾ അവളുടെ ആത്മാവിൽ കത്തിനിന്ന ദൈവസ്നേഹാഗ്നിയുടെ തിളക്കം ഫ്രാൻസിസ് ദർശിച്ചു. വിവാഹപ്രായമെത്തിയ ക്ലാരയ്ക്ക് വേണ്ടി പിതാവ് ഫാവറോണെ വരനെ അന്വേഷിച്ചു തുടങ്ങി. സമ്പത്തും സൗന്ദര്യവും ഒത്തിണങ്ങിയ യുവാക്കളിലായിരുന്നു ഫാവറോണയുടെ കണ്ണ്. പക്ഷേ ക്ലാരയുടെ പ്രതികരണം ഫാവറോണയുടെ പ്രതീക്ഷ തകർത്തു. വിവാഹാലോചനകളിൽ അവൾ തെല്ലും താല്പര്യം കാട്ടിയില്ല. 1212 ഓശാന ഞായർ, നല്ല നിലാവുള്ള രാത്രി. ക്ലാര ധീരസാഹസികമായ ചൂടുവയ്പ്പിന് തയ്യാറാകുന്നു. ആ രാത്രിയിൽ ക്ലാര വീട് വിട്ടു. ഈ ലോകത്തിലുള്ള സകലതും താൻ ത്യജിച്ചു എന്ന സത്യം ക്ലാരയെ സന്തോഷവതിയാക്കി. ഫ്രാൻസിസിന്റെ സംഘം ദാരിദ്ര്യ ജീവിതത്തിന് തുടക്കം കുറിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെ സ്ത്രീകളുടെ സന്യാസ സമൂഹത്തിനും ആരംഭം കുറിച്ചു. പോർസിംഗുല ദേവാലയത്തിൽ വെച്ച് ക്ലാര തന്റെ നിത്യവ്രത വാഗ്ദാനം നടത്തി. എനിക്ക് ക്രിസ്തുവിനെ മാത്രം മതി. പരിപൂർണ ദാരിദ്ര്യത്തിൽ യേശുവിന്റെ സുവിശേഷം അനുസരിച്ച് കന്യകയായി ജീവിക്കണം എന്നവൾ ഏറ്റുപറഞ്ഞു. ഫ്രാൻസിസ് മുൻകൈയെടുത്ത് പുതുക്കി പണിത ആശ്രമം സാൻ ഡാമിയാനോ അവർ താമസം മാറ്റി. അങ്ങനെ ഫ്രാൻസിസ് സഹോദരന്മാർക്ക് വേണ്ടി ആരംഭിച്ച ഫ്രാൻസിസ്കൻ 2ാം സഭയുടെ ജന്മഗ്രഹമായി തീർന്നു സാൻ ഡാമിയാനോ. വേറെ സന്യാസാർത്ഥികളും സാൻ ഡാമിയാനോയിൽ അവരോടൊപ്പം ചേർന്നു. തീവ്രമായ തപശ്ചര്യകൾക്ക് അവരുടെ സങ്കേതം പേരെടുത്തു. സന്യാസിനികൾ തങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും മാത്രം ഉപയോഗിച്ച് പരിപൂർണ ദാരിദ്ര്യത്തിൽ ദരിദ്രനായ ക്രിസ്തുവിനെ പൂർണ്ണമായും അനുകരിച്ചു. അവർ മാംസം വർജിക്കുകയും മൗനവ്രതം പാലിക്കുകയും ചെയ്തു. ക്ലാര സമൂഹത്തിന്റെ കേന്ദ്രബിന്ദു യേശുവായിരുന്നു. തിരുവചനമായിരുന്നു അതിൻ്റെ ജീവൻ. പ്രാർത്ഥന അതിൻ്റെ പോഷണവും. പരസ്പര സ്നേഹവും അംഗീകാരവും വലുപ്പച്ചെറുപ്പമില്ലാത്ത സമത്വവുമായിരുന്നു ഫ്രാൻസിസ്കൻ സമൂഹത്തിന്റെ അടിസ്ഥാനം. മഠാധിപയുടെ അധികാര പ്രയോഗത്തിലൂടെയല്ല, മാതൃകാപരമായ ജീവിതവും നിഷ്കളങ്കമായ പെരുമാറ്റവും വഴിയാണ് ക്ലാര തന്റെ സഹോദരിമാരുടെ ആദരവും സ്നേഹവും പിടിച്ചുപറ്റിയത്. ഒരു നേതാവിന്റെ ധീരതയും അധികാരിയുടെ വിവേകവും സന്യാസിനിയുടെ തീക്ഷ്ണതയും ദാസിയുടെ വിനീതഭാവവും ഒരമ്മയുടെ മൃദുല സ്നേഹവും സ്ത്രീ സഹജമായ ശാലീനതയും ഒത്തിണങ്ങിയ മാതൃകാ മഠാധിപയായിരുന്നു ക്ലാര. എല്ലാ ജീവിത നിലയിലുള്ളവരും ദരിദ്ര വനിതകളുടെ കൂടെ ചേർന്നിരുന്നു. ഇവരിൽ സാധാരണക്കാരും പ്രഭുവംശജരും രാജ്ഞിമാരും ഉൾപ്പെട്ടു. താമസിയാതെ ക്ലാരയുടെ അമ്മയും അവരോടൊപ്പം ചേർന്നു. അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരുന്നു. നാളുകൾ കഴിഞ്ഞു. ക്ലാരയുടെ ആരോഗ്യം അനുദിനം ക്ഷയിച്ചുകൊണ്ടിരുന്നു. 1253 ഓഗസ്റ്റ് 11-ാം തീയതി ക്ലാര സാൻ ഡാമിയാനോട് വിട വാങ്ങി. അവളുടെ തീർത്ഥാടനം പൂർത്തിയാക്കി നിത്യവസതിയിലെത്തി. ശവസംസ്കാര ശുശ്രൂഷയിൽ അസീസി മുഴുവനും എത്തിച്ചേർന്നു. മുഖ്യ കാർമ്മികൻ ഇന്നസെന്റ് 4-ാമൻ മാർപ്പാപ്പയായിരുന്നു. ഭക്തി ആദരവുകളോടെ അവിടെ എത്തിയ ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ സാൻ ജോർജിയോ ദേവാലയത്തിലെ സെമിത്തേരിയിൽ ക്ലാരയുടെ പുണ്യദേഹം സംസ്കരിച്ചു. സാൻ ജോർജിയോ ദേവാലയത്തിലെ ക്ലാരയുടെ കുഴിമാടത്തിന് ചുറ്റും എപ്പോഴും തീർത്ഥാടകരുടെ തിരക്കായിരുന്നു. അവിടെ എത്തി പ്രാർത്ഥിച്ചവർക്കെല്ലാം ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചു. മരിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ 1253 നവംബർ 14-ന് ഇന്നസെന്റ് 4-ാമൻ മാർപ്പാപ്പ ക്ലാരയുടെ നാമകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചു. അവളുടെ ബുദ്ധിയെപ്പറ്റിയും അവൾ മൂലം ലഭിച്ച അത്ഭുതകരമായ രോഗശാന്തികളെയും അനുഗ്രഹങ്ങളെയും പറ്റി അനേകർ സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ മരിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ 1255 സെപ്റ്റംബർ 26-ന് ക്ലാര വിശുദ്ധയെ പ്രഖ്യാപിക്കപ്പെട്ടു. അലക്സാണ്ടർ 4-ാമൻ മാർപ്പാപ്പയാണ് ക്ലാരയുടെ വിശുദ്ധ പദവി വിളംബരം ചെയ്തത്. 7000-ൽ സംവത്സരങ്ങൾ പിന്നിട്ടിട്ടും വിശുദ്ധ ക്ലാരയുടെ മൃതശരീരം ഇന്നും അക്ഷയമായി കാണപ്പെടുന്നു. അസീസിയിലുള്ള വിശുദ്ധ ക്ലാരയുടെ ബസിലിക്കായിൽ ഒരു സ്ഫടിക പേടകത്തിൽ അത് സൂക്ഷിക്കുന്നു. ദാരിദ്ര്യത്തിന്റെയും വിശുദ്ധിയുടെയും തപസ്സിന്റെയും പാതയിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിലെത്തിയ ആ കന്യകയുടെ പൂജാവശിഷ്ടങ്ങൾ പഞ്ചഭൂതങ്ങളിൽ ലയിക്കാൻ ദൈവം അനുവദിച്ചില്ല. ഭക്തജനങ്ങൾ അവളുടെ അക്ഷയ ശരീരം കണ്ടുവണങ്ങി സായുജ്യമടയുന്നു. ഞാനിനി ഉറങ്ങാൻ പോവുകയാ. നിനക്കറിയാലോ, എനിക്കിനി നീ മാത്രമേ സ്വന്തമായുള്ളൂ. എൻ്റെ ഭാര്യയും മക്കളെയും നിന്റെ അടുത്തേക്ക് വിളിച്ചു. എനിക്കത് വിഷമമുണ്ട്. എങ്കിലും എൻ്റെ ഈശോയെ,
ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. എന്നെ കാത്തുകൊള്ളണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 34 തുടങ്ങി 40 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ടു ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കുവാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. മാർട്ടിൻ, മാർട്ടിൻ, ആരാണിത്? ആരാ എന്നെ വിളിക്കുന്നത്? നീ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, അതിലുപരി നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിന്റെ യേശുവാണ് ഞാൻ. യേശു? അതെ, നിനക്ക് എന്നോടുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. മകനെ, നിനക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയുവാനാണ് ഞാൻ നിന്റെ അടുത്ത് വന്നത്. നാളെ എൻ്റെ രൂപം നിനക്ക് മുമ്പിൽ ഞാൻ വെളിപ്പെടുത്തും. നീ അതിനുവേണ്ടി വളരെ ഒരുങ്ങണം. ഈശോയെ, ഞാൻ എന്തേ കേൾക്കണേ? അങ്ങ് എനിക്ക് പ്രത്യക്ഷപ്പെടുമെന്നോ? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഓ, നേരം വൈകി, ഒന്ന് കിടക്കട്ടെ. ഉറക്കം വരുന്നില്ല. ഈശോ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് വരുമോ? നേരം ഒന്ന് വിളർത്തിയെങ്കിൽ എനിക്ക് ഈശോയെ കാണാമായിരുന്നു. ഓ, നേരം വെളുത്തു. കടയിലേക്ക് പോകാം. ഓ, എന്ത് തണുപ്പ്! തണുപ്പൊക്കെ വയ്യ. തണുക്കുന്നുണ്ടല്ലേ? സാരമില്ല, എൻ്റെ കയ്യിലുള്ള കോട്ട് ഞാൻ തരാം. ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എന്താ തനിയെ നടക്കുന്നത്? എനിക്കൊന്ന് അപ്പുറത്തേക്ക് കടക്കണം. അതിനെന്താ, ഞാൻ നിന്നെ അപ്പുറത്തേക്ക് കടത്താലോ? തന്നെ പോലുള്ളവർ ഈ ഭൂമിയിലുള്ളപ്പോൾ ഞങ്ങളെ പോലുള്ളവർ സുരക്ഷിതരാണ്. ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അതൊന്നും സാരമില്ല, ഇതെന്റെ കടമയല്ലേ.
ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. ഞങ്ങൾക്ക് ആരുമില്ല. വിഷമിക്കാതെ എന്റെ കയ്യിലുള്ള ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് നൽകാം. ഒരു ക്രിസ്ത്യാനിയാണോ? ക്രിസ്തുവിന്റെ രൂപം നിങ്ങളിൽ ഞാൻ കാണുന്നു. ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശ്ശോ, നോക്കിയിരുന്ന് മടുത്തു. ഇനി രക്ഷയൊന്നുമില്ല. വീട്ടിലേക്ക് പോകാം. ഈശോ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കടയിൽ നല്ല തിരക്കായിരുന്നു. എന്നാലും നീ എന്നെ പറ്റിച്ചല്ലേ. എന്നെ കാണാൻ വരാന്ന് പറഞ്ഞ് ആശിപ്പിച്ചിട്ട് എന്താ വരാതിരുന്നേ? എന്നോട് പിണക്കാണോ? എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? മാർട്ടിൻ, മാർട്ടിൻ, ആരാത്? നിന്നെ ഒത്തിരി സ്നേഹിക്കുന്ന നിന്റെ സ്വന്തം ഈശോയാണ് ഞാൻ. എന്താ എന്നെ കാണാൻ നീ വരാതിരുന്നത്? ഞാൻ എത്ര പ്രതീക്ഷയോടെ നിന്നെ കാത്തിരുന്നറിയാമോ? ആരാ പറഞ്ഞത് ഞാൻ വന്നില്ല എന്ന്? ഇന്ന് പല പ്രാവശ്യം ഞാൻ നിന്നെ കാണാൻ വന്നിരുന്നു. നോക്കൂ, നീ ഇവരെയെല്ലാം ഓർക്കുന്നില്ലേ? ഇതാ തണുത്ത് വെച്ച സ്ത്രീയല്ലേ? ഇത് ആ അന്ധനായ മനുഷ്യനല്ലേ? ഓ, ഇത് ഞാൻ ഭക്ഷണം നൽകിയ സ്ത്രീയും കുഞ്ഞുമല്ലേ? എനിക്കറിയാം ഇവരെ. എനിക്കറിയാം, ഓർമ്മയുണ്ട്. ഇവരിലൂടെ ഞാൻ തന്നെയാണ് ഇന്ന് നിന്റെ അടുത്ത് വന്നത്. ഇവർക്ക് നീ സഹായം ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഞാൻ വചനത്തിലൂടെ അരുളി ചെയ്യുന്നത് നീ ഓർക്കുന്നില്ലേ? എൻ്റെ എളിയ സഹോദരിൽ ഒരുവന് നിങ്ങൾ സഹായം ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്.